ഹലോ എവരിവൺ. ഐസറിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. ഐസറിൽ പഠിച്ചിറങ്ങിയ സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടുള്ള ഇന്റർവ്യൂസ്, ഐസറിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഐസറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരുപാട് ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ ഐസറിലേക്കൊക്കെ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഐസർ ആസ്പിറൻസിന്റെയും ഇപ്പം ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും കുട്ടികളുടെ ഒരു കമ്മ്യൂണിറ്റിയും നമുക്കുണ്ട്. അപ്പൊ പലപ്പോഴും ഐസറിനെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ് ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു ലെവല് എന്താണ് എന്നുള്ളത്. അപ്പം ജനറലി നമ്മൾ പറയാറുണ്ട് ജെഇ മെയിൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ജെഇ മെയിൻസിനെക്കാട്ടിലും കൂടുതൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരിക. അപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ട്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റിൽ നിന്നും ചോദ്യം വരും. പക്ഷേ ഈ പറഞ്ഞ ജെഇ മെയിൻസിനാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സേ ഉള്ളൂ. അപ്പൊ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബയോളജിയുടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ബയോളജിയുടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും നീറ്റിന്റെ ലെവലല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അഡ്വാൻസ്ഡ് ഇൻ ദ സെൻസ് NCERT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷെ നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കറിയാം, ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഒരു ഫാക്ട് നമുക്ക് അറിയാമെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ട്രിക്കിയാണ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ചോദ്യം വായിക്കുമ്പം അതിന്റെ അണ്ടർലൈൻ കോൺസെപ്റ്റ് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ആ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും നീറ്റ് ആസ്പിറൻസ് നീറ്റ് ലെവല് ബയോളജി വെച്ചിട്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ ബയോളജി ഫുൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം പറ്റില്ല എന്നുള്ളതല്ല, NCERT നിങ്ങൾക്ക് ഓൾറെഡി തെറോ ആയിട്ട് അറിയാമെങ്കിൽ കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. കുറച്ചും കൂടെ കോൺസെപ്റ്റ് ഇൻഡെപ്തിൽ അറിഞ്ഞുകൊണ്ട് ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ടൈപ്പ് ചോദ്യങ്ങളാണ് ഇവിടെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒരു വീഡിയോ സീരീസ് പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരിക, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത്, അപ്പൊ പ്രീവിയസ് ഇയേഴ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിന്റെ ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ്, എവിടെയൊക്കെയാണ് വെയിറ്റേജ് കൂടുതൽ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ സീരീസിന്റെ ഭാഗമാവുന്നതോടുകൂടി മനസ്സിലാവും. ഈ ഒരു വീഡിയോ സീരീസിന്റെ പേര് നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ മിഷൻ ഐസർ എന്നാണ്. അപ്പൊ ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസവും ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ചോദ്യം ഡിസ്കസ് ചെയ്യുക. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആവാം, അതും അല്ലെങ്കിൽ ഒരു മോക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതായത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ വരാൻ സാധ്യതയുള്ള ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പം നമുക്കൊരു ധാരണ കിട്ടും. ഇനി നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും എങ്ങനെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും കൂടെ ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള ട്രാക്കിലേക്ക് ക്വസ്റ്റ്യൻസിനെ, ബയോളജിനെ കാണുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതിയാവും. അതും ഈ ഒരു സീരീസിലൂടെ ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് ഈ മിഷൻ ഐസർ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സീരീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾ അവർക്കും കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരും കൂടെ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറട്ടെ. സോ നമുക്ക് ഈ സീരീസിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇത് 2024 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വന്ന ചോദ്യമാണ്. വാട്ട് വിൽ ബി ദ സീക്വൻസ് ഓഫ് RNA സിന്തസൈസ്ഡ് യൂസിങ് ദ ഫോളോയിങ് DNA ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇവിടെ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നും സിന്തസൈസ് ചെയ്ത RNA ഏതായിരിക്കും എന്നാണ് ഈ ഓപ്ഷൻസിൽ തന്നത്. അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ ഇത് ചാപ്റ്റർ എന്ന് പറയുന്നത് മോളിക്യുലർ ബേസിസ് ഓഫ് ബയോളജി ആണ്. ഇതിന്റെ അണ്ടർലൈൻ കോൺസെപ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്. നമുക്കറിയാം ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന യൂണിറ്റിന്റെ പേരാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അതിന് 3 റീജിയൻസ് ആണ് ഉണ്ടാവുക. പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവും, സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവും, സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവും, ആൻഡ് ടെർമിനേറ്റർ റീജിയൻ ഉണ്ടാവും, ടെർമിനേറ്റർ സീക്വൻസ് ഉണ്ടാവും. ശരിയാണല്ലോ? അപ്പൊ ഇതാണ് ഈ 3 റീജിയൻസ് അടങ്ങിയ റീജിയൻ ആണ് നമ്മളൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ 2 എൻഡ് ഉണ്ടാവും. ഇവിടെയാണ് 3' എൻഡ് എങ്കിൽ ഇവിടെ ആയിരിക്കും 5' എൻഡ്. അപ്പൊ ഇതായിരിക്കും 5' എൻഡ്. അപ്പൊ ഇതായിരിക്കും ഇവിടുത്തെ 3' എൻഡ് എന്ന് പറയുന്നത്. ആന്റി പാരലൽ ഡയറക്ഷനിലാണ് DNA ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നോക്ക്, ഇവിടെയാണ് പ്രൊമോട്ടർ റീജിയൻ ഉള്ളത് എങ്കിൽ
നമുക്കറിയാം RNA പോളിമറൈസ് എൻസൈം, കൃത്യമായിട്ട് പറഞ്ഞാൽ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എൻസൈം സ്ട്രക്ചറൽ ജീനിലുള്ള ഒരു ടെംപ്ലേറ്റിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ഉണ്ടാക്കുള്ളൂ. ശരിയല്ലേ? ആൻഡ് RNA പോളിമറൈസിന്റെ ഡയറക്ഷൻ ഓഫ് സിന്തസിസ് എന്ന് പറയുന്നത് 5' to 3' ഡയറക്ഷനിൽ മാത്രമേ RNAക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രൊമോട്ടർ റീജിയനിൽ തുടങ്ങണം, സ്ട്രക്ചറൽ ജീനിലൂടെ പോകണം, അയാൾ ടെർമിനേറ്റർ റീജിയനിൽ എത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സ്ട്രാൻഡ് ഉണ്ടല്ലോ. ഈ സ്ട്രാൻഡിന് ഏത് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കും പുതിയ RNA സിന്തസൈസ് ചെയ്യുക എന്ന് നോക്കിയാൽ നമുക്കറിയാം 5' to 3' ഡയറക്ഷനിലാണ് RNA സിന്തസൈസ് ചെയ്യപ്പെടേണ്ടത് എങ്കിൽ ഈ സ്ട്രാൻഡിന് ഈ ഡയറക്ഷനിലാണെങ്കിൽ 5', ഇതല്ലേ 3'. അപ്പൊ അതിന് ആന്റി പാരലൽ ആയിട്ടുള്ള RNA എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 5' എൻഡ് വരേണ്ടത്. ശരിയല്ലേ? അപ്പൊ 5' to 3' ആണല്ലോ RNA സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് RNA സിന്തസൈസ് ചെയ്യുന്നത് എങ്കിൽ ദിസ് സ്ട്രാൻഡ് ഈസ് കോൾഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആൻഡ് ദ അതർ സ്ട്രാൻഡ് ഈസ് കോൾഡ് കോഡ് ചെയ്യാത്ത സ്ട്രാൻഡ്. അതിനെയാണ് നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുക. കോഡിംഗ് സ്ട്രാൻഡ്. ശരിയാണല്ലോ? അപ്പം എന്താണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ പ്രത്യേകത? ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ആണ് ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് ഉണ്ടാവുക. ശരിയല്ലേ? കോഡിംഗ് സ്ട്രാൻഡിന്റെ പ്രത്യേകത എന്താ? കോഡ് ചെയ്യാത്ത സ്ട്രാൻഡ് ആണ് കോഡിംഗ് സ്ട്രാൻഡ്. കോഡിംഗ് സ്ട്രാൻഡിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു RNA ആണ് ഉണ്ടാവുക. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതാണ് ഇവിടെ ബേസ് ചെയ്തിരിക്കുന്ന തിയറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് കടക്കാം. അപ്പം ഇവിടെ നമുക്ക് എന്താ തന്നത് എന്ന് ചോദിച്ചാല് ഇവിടെ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ് തന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA ആണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ട തിയറി. അപ്പൊ അതിന്റെ ഡയറക്ഷനും നമുക്കറിയാം. എങ്ങനത്തെ ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്? 5' to 3' ഡയറക്ഷൻ. ആരുടെ 5' to 3' ആണ്? ടെംപ്ലേറ്റിന് കോംപ്ലിമെന്ററി ആയിക്കൊണ്ട് 5' to 3' ഡയറക്ഷൻ. അപ്പൊ ഇനി നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. അയാളുടെ 3' എൻഡ് ഇതാണെന്നുണ്ടെങ്കിൽ അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ടാവുന്ന RNAയുടെ 5' to 3' എൻഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണല്ലോ RNA ഉണ്ടാവേണ്ടത്. സോ അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഞാൻ എഴുതുകയാണ്. സിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് G. ഈ G ഏത് എൻഡാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇവിടെ 3' ഉള്ളത് കൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് 5' എൻഡ് ആണ്. ഇനി ഞാൻ 5' to 3' ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 5' to 3' ഡയറക്ഷൻ ആണ് എഴുതി പോകുന്നത്. കാരണം ഡയറക്ഷൻ ഓഫ് RNA പോളിമറൈസേഷൻ 5' to 3' ആണ് എന്നുള്ള തിയറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ സിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് G എഴുതി, ടിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് A എഴുതി, സിക്ക് G, A, G, C, എക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ T ഉണ്ടാവില്ല, U ആണ് ഉണ്ടാവുക. കാരണം നമുക്കറിയാം RNAയിൽ T ഇല്ല, U ആണെന്നുണ്ട്. പിന്നെ ടിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് A എഴുതി, സിക്ക് G, ടിക്ക് A, ജിക്ക് C. ആൻഡ് ഈ എൻഡ് എന്ന് പറയുന്നത് എന്ത് എൻഡ് ആയിരിക്കും? 3' എൻഡ് ആയിരിക്കും. സോ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA 5' to 3' ഡയറക്ഷനിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടായി വരിക. ശരിയല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താ ആൻസർ? 5' to 3' ഡയറക്ഷനിൽ G A G C C U A G A C. അപ്പോ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം ഇതാണ് ഉത്തരം എന്ന് എഴുതാൻ തോന്നും. പക്ഷെ എന്താണ്, നമ്മൾ ഡയറക്ഷനും കൂടെ നോക്കണ്ടേ? ഈ ആളാണോ? അല്ല. കാരണം എന്താ, അയാളുടെ ഡയറക്ഷൻ കൊടുത്തത് തെറ്റാണ്. അപ്പം ഇതല്ല. പിന്നെ ഏതാണ്? GAG AAG എന്ന് പറഞ്ഞതാ ഡയറക്ഷൻ 5' to 3' ഡയറക്ഷൻ കൊടുത്തത് കണ്ടോ? നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ഇയാളല്ലേ? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യത്തിന്റെ കോൺസെപ്റ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ചോദിച്ച് ഓരോ ചോദ്യവും എടുത്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ സൊല്യൂഷൻ കണ്ടെത്തി പോകും. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരാൻ സാധ്യതയുള്ള കുറച്ച് മോക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി ഈ ക്വസ്റ്റ്യനും അതുപോലത്തെ ഇതിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തിയറിയും ഈ ഒരു നോട്ട്, ഈ PDF നോട്ട് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പ്
ഐസർ ആസ്പിരൻസിനും ഇപ്പോൾ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും കൂടെ ചേർന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് നേരിട്ട് എന്നോട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങളുടെ മുന്നേ ഐസറിലേക്ക് എത്തിയ, കഴിഞ്ഞ വർഷം ഐസറിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസും അവിടെ ഉണ്ട്. നിങ്ങളുടെ പോലെ ഐസർ ആസ്പിരൻസും ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലുണ്ട്. ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് തന്നെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന്റെ PDF എല്ലാം ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുന്നത് ഒരു ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് കോച്ചിങ് ആണ് എങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐസർ കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.